അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറില്ലാഹ്. അമ്മാ ബഅദ്. ഏതൊരു ആരാധനയായാലും വമൻ യകും ബിഗൈരി ഇൽമി യഅമലു അഅമാലുഹു മർദൂദത്തുൻ ലാ തുഖ്ബലു. അറിവില്ലാതെ ഒരാൾ ഏത് ആരാധനകൾ നിർവഹിക്കുകയാണെങ്കിലും അത് ലാ തുഖ്ബലു, അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല, അത് തള്ളപ്പെടുന്നതാണ്. അപ്പൊ അറിവാണ് ഏതൊരു കാര്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്. നമുക്ക് വിശ്വാസം വേണം, കർമ്മങ്ങൾ വേണം. ആ കർമ്മങ്ങൾ ചെയ്യാനുള്ള അറിവ് വളരെ പ്രധാനമാണ്. നമ്മൾ നോക്കുക, ഈ വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ഈ റമദാൻ മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത അള്ളാഹുവിൻ്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ ഈ റമദാനിൽ അവതരിച്ചു എന്നതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് വിശുദ്ധമായ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. ആ ലൈലത്തുൽ ഖദർ ആകട്ടെ അത് വിശുദ്ധമായ റമദാൻ മാസത്തിലുമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ധീരരായ മഹാത്മാക്കളായ ബദരീങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ധർമ്മ സാക്ഷ്യത്വം വരിച്ച മാസവും കൂടിയാണ് ഈ മാസം. ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസം, ഒട്ടേറെ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ പറ്റുന്ന മാസം. ഒരു ഫർളായ സംഗതി ചെയ്താൽ 70 ഫർളിന്റെ പ്രതിഫലം, അതുപോലെ ഒരു സുന്നത്തായ കാര്യം ചെയ്താൽ ഒരു ഫർളിന്റെ പ്രതിഫലം കിട്ടുന്ന മാസമാണ് വിശുദ്ധമായ റമദാൻ മാസം. ഈ റമദാൻ ആഗതമാകുമ്പോൾ മലക്കുകൾ വിളിച്ചു പറയും, ഓ നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങളിതാ കടന്നു വരിക, തിന്മ ഉദ്ദേശിക്കുന്നവരെ നിങ്ങളുടെ ആ ആഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ രാജിയാവുക. അതുപോലെ മാത്രമല്ല, സ്വർഗവാതിലുകളൊക്കെ തുറക്കപ്പെടുന്ന മാസം, നരകത്തിൻ്റെ കവാടങ്ങളൊക്കെ അടക്കപ്പെടുന്ന മാസം. ഇങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ. പിശാച് ചങ്ങലക്കിടപ്പെടുന്ന മാസം എന്ന് പറഞ്ഞാൽ അവന് സാധാരണഗതിയിൽ മനുഷ്യ ശരീരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത മാസം. രക്തസഞ്ചാരമുള്ള സ്ഥലങ്ങളിലെല്ലാം പിശാച് സഞ്ചരിക്കുമെന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആ പിശാചിന്റെ സഞ്ചാരത്തെ നിങ്ങൾ വിശപ്പ് കൊണ്ട് തടയുക എന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഏതായാലും വിശുദ്ധമായ റമദാൻ മാസത്തിന് ധാരാളം പുണ്യങ്ങളും സവിശേഷതകളും ഉണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമ്മുടെ മുമ്പിലുള്ള നോമ്പ് എന്ന് പറയുന്നത്. ആ നോമ്പ് വളരെ വിശിഷ്ടമായ ഒരു ആരാധനയാണ്. ആ നോമ്പിന് പ്രധാനമായും 2 ഫർളുകൾ. ഒന്ന് നിയത്ത്, രണ്ടാമത്തേത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക എന്നതാണ്. നിയത്ത് രാത്രിയിൽ തന്നെ ചെയ്തിരിക്കണം. രാത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിലൊക്കെ തറാവീഹ് നിസ്കാരത്തിന് ശേഷം നിയത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ആ ഒരു സമയം തന്നെ വേണം എന്ന് നിർബന്ധമില്ല. പക്ഷെ മറന്നു പോകാതിരിക്കാനാണ് അങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്നത്. രാത്രി എന്ന് പറയുമ്പോൾ മഗ്രിബ് കഴിഞ്ഞത് മുതൽക്ക് ഫജ്ർ വരെ, സുബ്ഹി വരെ രാത്രിയാണ്. അതിൻ്റെ ഇടയിൽ ഏത് സമയത്തും നമുക്ക് നിയത്ത് ചെയ്യാം. മറക്കാതിരിക്കാൻ വേണ്ടി ഈ തറാവീഹ് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് നിയത്ത് ചെയ്യുന്ന ഒരു ശീലം നമുക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമദാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ റമദാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ ഫർള് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി അദാ ആയി നോറ്റുവിടുവാൻ ഞാൻ കരുതി എന്നുള്ള ഒരു കരുത്ത് നമ്മുടെ മനസ്സിൽ വേണം. ആ കരുത്താണ് വേണ്ടത് എന്നല്ലാതെ വെറും വായ കൊണ്ടുള്ള പറച്ചിൽ മാത്രമല്ല. അത് നിയത്ത് നമുക്ക് നിർബന്ധമാണ്. രണ്ടാമത്തെ നിർബന്ധം, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ലൈംഗിക ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഉണ്ടാക്കി ഛർദിക്കുക, ഛർദിച്ചു പോയതല്ല ഛർദി ഉണ്ടാക്കുക. അതുപോലെ തന്നെ തടിയുള്ള വല്ല സ്ഥൂല വസ്തുക്കളും നമ്മളെ ശരീരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളായി നമുക്കറിയാം. അതോടൊപ്പം തന്നെ റമദാൻ കാലത്തിൽ ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ് തുടങ്ങിയതൊന്നും നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഒരു മുസ്ലിം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. കയ്യിൽ നിന്നും നാവിൽ നിന്നും ആരൊക്കെ ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും ആരൊക്കെ രക്ഷപ്പെട്ടുവോ അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈകൊണ്ട് എന്ന് പറയുമ്പോൾ വാട്സപ്പിൽ കാണാം പലരും പല അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത മെസ്സേജുകൾ വെറുതെ ഫോർവേഡ് ചെയ്യുന്നവരുണ്ട്. പൊതുവേ അത് പാടില്ല. പക്ഷെ റമദാൻ മാസമാകുമ്പോൾ പ്രത്യേകിച്ചും അത് പാടില്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ നാവിൽ നിന്നും എല്ലാവരും രക്ഷപ്പെട്ടവരായിരിക്കണം. അതുപോലെ അനാവശ്യങ്ങളായ
വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ അല്ലാഹു പറഞ്ഞു. അനാവശ്യങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുന്നവരാണ്. ചില ആളുകൾക്ക് സമയം പോകുന്നില്ല, ഉസ്താദേ ബോറടിക്കുന്നു, ടൈം പാസ്സാകുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. എങ്ങനെ ഒരു മുസ്ലിമിന് അത് പറയാൻ സാധിക്കും? കാരണം അവൻ്റെ മുമ്പിൽ വിശാലമായ ഖുർആനുണ്ട്. ആ ഖുർആനിൻ്റെ ഓളങ്ങളിലേക്ക്, ഖുർആനിൻ്റെ തീരങ്ങളിലേക്ക് അവനെ വേണമെങ്കിൽ സഞ്ചരിക്കാം. ഇഷ്ടം പോലെ വിശുദ്ധമായ ഖുർആൻ വളരെ സാവധാനം ഓതിയിട്ട് ധാരാളം ജുസുകൾ, ഖത്മുകൾ അവന് തീർക്കാം. ഖുർആൻ ഇറങ്ങിയ മാസമല്ലേ വിശുദ്ധമായ റമദാൻ മാസം. ഒരു ഖത്മു തീർത്താൽ തന്നെ എത്രയെത്ര പ്രതിഫലങ്ങളാണ് അതിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഖത്മുൽ ഖുർആനിൻ്റെ ദുആ പോലും ഇജാബത്തുള്ളതാണ്, ഉത്തരം കിട്ടുന്നതാണെന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ദിക്റുകൾ, സ്വലാത്തുകൾ, നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടൈമുകൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയും ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ധാരാളം പ്രതിഫലം ലഭിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോൾ നാം പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ആ അസ്തമയം ആയി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് മുറിക്കുക. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തറതു ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്നുള്ള ദിക്റുകൾ നമ്മൾ എവിടെയും പറയാൻ മറന്നു പോകരുത്. ആ ദിക്റുകളൊക്കെ ചൊല്ലി ഇൻഷാ അല്ലാഹ് പിന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് റമദാൻ മാസത്തിൽ മാത്രമുള്ള ഒരു സവിശേഷമായ ആരാധനയാണ് തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നത്. ഓരോ 4 റക്അത്താകുമ്പോൾ സ്വഹാബികൾ വിശ്രമിച്ചിരുന്നത് കൊണ്ടാണ് അതിന് തറാവീഹ് വിശ്രമങ്ങൾ എന്ന അർത്ഥം ഉള്ള പദം ഇതിന് വരാനുള്ള കാരണം. അപ്പം അതുകൊണ്ട് ആ തറാവീഹ് നിസ്കാരം ഇശാ നിസ്കരിച്ചു. ഇശാഇൻ്റെ ശേഷമുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത്, അത് വളരെ പ്രാധാന്യമുള്ള സുന്നത്താണ്. ഇശാഇന് ശേഷം മാത്രമല്ല, മൊത്തം 22 റക്അത്ത് റവാത്തിബ് സുന്നത്തുകളുണ്ട്. സുബ്ഹിൻ്റെ മുമ്പ് 2 ഉണ്ട്, ളുഹറിൻ്റെ മുമ്പ് 4, ശേഷം 4, അസറിൻ്റെ മുമ്പ് 4, മഗ്രിബിൻ്റെ മുമ്പ് 2, ശേഷം 2, ഇശാഇൻ്റെ മുമ്പ് 2, ശേഷം 2, ഇങ്ങനെ മൊത്തം റക്അത്തുകൾ. ഇതിൽ അതിപ്രധാനമായ ഒരു നിലക്കും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്തത് 10 റക്അത്തുകളാണ്. സുബ്ഹിക്ക് മുമ്പ് 2, ളുഹറിൻ്റെ മുമ്പും ശേഷവും 2 വീതം, അതുപോലെ മഗ്രിബിൻ്റെ ശേഷം 2, ഇശാഇൻ്റെ ശേഷം 2. അപ്പോൾ ഇശാഇൻ്റെ ശേഷമുള്ള 2 റക്അത്ത് റവാത്തിബ് നിസ്കാരവും നിർവഹിച്ച് നമ്മൾ തറാവീഹ് നിസ്കരിക്കുക. അല്ലെ, വിത്ർ നിസ്കാരം അത് ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്താണ്. പക്ഷേ നമ്മൾ 1 റക്അത്ത് നിസ്കരിക്കില്ല, 3 റക്അത്തെങ്കിലും സാധാരണ നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കാറുണ്ട്. കൂടിയാൽ 11 റക്അത്ത് വരെ നമുക്ക് നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അതിൽ ഓതേണ്ട സൂറത്തുകളൊക്കെ ഉണ്ട്. വിത്ർ നിസ്കാരത്തിൻ്റെ 1-ാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, 2-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 3-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. ഇത് 3 റക്അത്ത് നിസ്കരിക്കുമ്പോഴാണ്. 3 റക്അത്തിനേക്കാൾ കൂടുതൽ ഒരാൾ വിത്ർ നിസ്കരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 3 റക്അത്തിലും ഓതേണ്ട സൂറത്തുകൾ അവസാന ഭാഗങ്ങളിലാണ് ഓതേണ്ടത്. ഏതായാലും ഇരിക്കട്ടെ, മറ്റൊരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. അത് റമദാനിൽ മാത്രമല്ല, അത് എല്ലാ സമയത്തും നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന നിസ്കാരമാണ്. ഉറങ്ങുക എന്നതാണ് അതിൻ്റെ നിബന്ധന. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം അത്താഴത്തിനൊക്കെ നമ്മൾ എണീക്കുമല്ലോ. അപ്പോൾ എന്തായാലും അത്താഴ സമയത്ത് നമ്മൾ എഴുന്നേറ്റാൽ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ശ്രമിക്കണം. ഖബറിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഇബാദത്തുകൾ പലതും ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രാത്രിയിലെ നിസ്കാരം. പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കാരം എന്ന മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ശീലമില്ലാത്ത ആളുകൾക്ക് വിശുദ്ധ റമദാൻ മാസത്തിൽ തഹജ്ജുദ് നിസ്കാരം ഒരു ശീലമാക്കി എടുക്കാൻ വേണ്ടി തീർച്ചയായും സാധിക്കും. അങ്ങനെയാണല്ലോ. ആ ഒരു ശീലം നിങ്ങൾ നോക്കൂ. റമദാൻ മാസം കഴിഞ്ഞാലും ഇപ്പം 4 മണിക്ക് എഴുന്നേറ്റ് ശീലമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ 3:30 മണിക്ക് എഴുന്നേറ്റ് ശീലമില്ലാത്ത ആളുകൾ റമദാൻ മാസമായി കഴിഞ്ഞാൽ അവൻ 4 മണിക്കോ 3:30 മണിക്കോ എഴുന്നേൽക്കും. എന്നാൽ എന്ത് ചെയ്യണം? ഈ റമദാൻ മാസം കഴിഞ്ഞാലും ഈ നല്ല ഒരു ശീലത്തെ അങ്ങോട്ട് തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം. അതിനാദ്യമായി നമ്മുടെ രാജാവാകുന്ന കൽബാണല്ലോ നമ്മുടെ രാജാവ്. ആ രാജാവ് ആദ്യം ഒരു തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുത്താൽ തീർച്ചയായും നമ്മുടെ മറ്റുള്ള എല്ലാ അവയവങ്ങളും അത് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും തർക്കവും ഇല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള പതിവായി ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതുപോലെ ഹദ്ദാദ് റാത്തീബ് നമ്മളെപ്പോഴും കഴിക്കുന്ന ഒരു കാര്യമാണ്. അത് റമദാൻ
റമദാൻ മാസത്തിലും വിട്ടുപോകാതെ നമ്മൾ ശ്രദ്ധിച്ചു പോകണം. അതുപോലെ നോമ്പുകാരെ നോമ്പ് മുറിപ്പിക്കുക, തുറപ്പിക്കുക. പക്ഷേ നമ്മളെ സങ്കല്പം ഒരാൾ നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് സൽക്കരിക്കുക എന്നല്ല, അങ്ങനെ ചെയ്യണ്ട എന്നല്ല, ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അതേ സമയത്ത് ഒരു കാരക്ക കൊണ്ടോ ഒരിറക്ക് വെള്ളം കൊണ്ടോ മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ, നോമ്പ് മുറിപ്പിച്ചാൽ നമുക്ക് അയാൾ നോമ്പെടുത്തതുപോലെയുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് നമ്മെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വേണം, നോമ്പ് തുറപ്പിക്കലും. അതുപോലെ മറ്റൊരു കാര്യമാണ് ഇഅ്തികാഫ്. ഇസ്ലാമിൽ നമുക്ക് പുണ്യങ്ങൾ വാരിക്കൂട്ടുന്ന ധാരാളം സന്ദർഭങ്ങളും സൗകര്യങ്ങളും പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അനാവശ്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് റമദാൻ മാസം ധന്യമാക്കാൻ, സാർത്ഥകമാക്കാൻ, സാഫല്യമാക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. റമദാൻ മാസം കഴിയുമ്പോൾ നമ്മുടെ ഈമാനിൻ്റെ ശക്തി കൂടണം, നമ്മുടെ അമലുകളുടെ പവർ കൂടണം. നിത്യമായി നമ്മൾ കുറേ അമലുകൾ ശീലിച്ച് ആർജിച്ചെടുക്കാൻ നമ്മെക്കൊണ്ട് കഴിയണം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാർ, ഭാര്യ ഭർത്താക്കൾ, മക്കളും മാതാപിതാക്കളും, ജ്യേഷ്ഠാനുജന്മാർ, ആങ്ങള, പെങ്ങൾ, അയൽവാസികൾ തുടങ്ങിയ എല്ലാവരുമായും നല്ല സൗഹൃദത്തിലും നല്ല സ്നേഹത്തിലും നല്ല ബഹുമാനത്തിലും നമ്മൾ വർത്തിക്കണം. നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ നമ്മുടെ കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറുന്നവരാണ് എന്ന് ഹദീസിലുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോൾ തറാവീഹ് നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും വിത്ർ നിസ്കാരവും അതുപോലെ തന്നെ റവാത്തിബ് നിസ്കാരങ്ങളും അതുപോലെ ളുഹാ നിസ്കാരം, ളുഹാ നിസ്കാരം പറ്റുമെങ്കിൽ 2 റക്അത്തെങ്കിലും, കൂടിയാൽ 8 റക്അത്ത് അല്ലെങ്കിൽ 12 റക്അത്ത് എന്നൊക്കെ അഭിപ്രായങ്ങൾ മഹാന്മാർക്കുണ്ട്. 2 റക്അത്തെങ്കിലും നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി, ളുഹാ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇശാ മഗ്രിബിൻ്റെ ഇടയിലുള്ള അവ്വാബീൻ എന്ന് പറയുന്ന ഒരു നിസ്കാരമുണ്ട്. അതിന് 12 കൊല്ലത്തെ ഇബാദത്തിന് കൂലിയാണ് നിസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്നത്. അവ്വാബീൻ എന്ന സുന്നത്ത് നിസ്കാരം അത് പറ്റുമെങ്കിൽ 2 റക്അത്തെങ്കിലും നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ സമയം. ഇതുപോലെയുള്ള പുണ്യകർമ്മ ങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുകയും അതോടൊപ്പം തന്നെ റമദാനിൽ ചൊല്ലേണ്ട എല്ലാ ദിക്റുകളും നമ്മൾ ചൊല്ലുകയും വേണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നിയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നോമ്പ് മുറിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകളും പറഞ്ഞിട്ടുണ്ട്. അത്താഴ സമയത്ത് ചൊല്ലേണ്ട ഒരു ദിക്റാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. ഒന്നുകൂടി പറയാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത് എന്നുള്ള ദിക്ർ അത്താഴ സമയത്ത്. അതുപോലെ നോമ്പ് മുറിക്കുമ്പോഴുള്ള ദിക്ർ ഞാൻ പറഞ്ഞു. അതുപോലെ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ രാപ്പകലുകളിൽ 10 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വ ഖതീഅത്തിൻ വ അതൂബു ഇലൈഹി വഹുവ ഹയ്യുൻ ദായിമുൻ ഖായിമുൻ ലാ യഫൂതു വലാ യമൂതു ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്റാണ്. അതുപോലെ റമദാൻ മാസം മുഴുവനും ചൊല്ലേണ്ട ദിക്റാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. നമ്മൾ സാധാരണഗതിയിൽ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് ദുആ ഒക്കെ കഴിഞ്ഞാൽ അവസാന ഭാഗത്ത് ഇത് 3 പ്രാവശ്യം പറയാറുണ്ട്. പക്ഷേ ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല, പരമാവധി നമ്മളിത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം 3 പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ 15 തവണ നമുക്കത് കിട്ടും. അതുപോലെ തറാവീഹിൻ്റെയും വിത്തറിൻ്റെയും എല്ലാം പരമാവധി നമ്മൾ ഈ ദിക്ർ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ആദ്യത്തെ 10 അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, മൂന്നാമത്തെ 10 അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാരി വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്നുള്ള ദിക്റും അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ, രണ്ടാണ്. അഫുവുൻ എന്നതും രണ്ടാമത്തത് അഫ്വ എന്നാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ എന്നുള്ള ദിക്റും അവസാനത്തെ 10 നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ വിത്തറിൻ്റെയും തറാവീഹിൻ്റെയും ശേഷമൊക്കെ പ്രത്യേക ദുആകളുണ്ട്. അതിൻ്റെ PDF-കളൊക്കെ നമുക്ക് ലഭ്യമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു റമദാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ.